നമസ്കാരം, ഞാൻ ജലീൽ കണ്ണമംഗലം 24 ന്യൂസ് സൗദി. ഇന്ന് ജൂലൈ 22, 2020. സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2331 പുതിയ കോവിഡ് കേസുകളും 3139 രോഗമുക്തിയും 44 മരണവുമാണ്. ഇത് സംബന്ധമായ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ, സൗദിയിൽ നിന്നുള്ള വന്ദേ ഭാരത് വിമാന സർവീസുകളുടെ പുതിയ ഷെഡ്യൂളിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നാം പറഞ്ഞിരുന്നത്. വന്ദേ ഭാരത് മിഷൻ 4ാം ഘട്ട സർവീസുകളുടെ ഭാഗമായ എയർ ഇന്ത്യ അല്ലാത്ത വിമാനങ്ങളുടെ ഷെഡ്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. എയർ ഇന്ത്യയുടെ സർവീസുകൾ നേരത്തെ നിശ്ചയിച്ച പോലെ, ഷെഡ്യൂൾ ചെയ്ത പോലെ നടക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസി 2 ദിവസം മുമ്പ് പ്രസിദ്ധീകരിച്ച പുതിയ ഷെഡ്യൂളിൽ എയർ ഇന്ത്യ അല്ലാത്ത 47 വിമാന സർവീസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 25 കേരളത്തിലേക്കായിരുന്നു. എന്നാൽ ആ ഷെഡ്യൂളിൽ ആകെ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ പ്രസ് റിലീസ് കഴിഞ്ഞ ദിവസം സൗദിയിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കുകയുണ്ടായി. ഈ പുതിയ ഷെഡ്യൂൾ പ്രകാരം വിമാന സർവീസുകളുടെ എണ്ണം കുറഞ്ഞു, വിമാന കമ്പനികളിൽ മാറ്റം വന്നു, അതോടൊപ്പം ടിക്കറ്റ് നിരക്കിൽ മാറ്റം വന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പറഞ്ഞ ഷെഡ്യൂള് ഇപ്പോൾ ഇല്ല. പുതിയ ഷെഡ്യൂൾ എങ്ങനെയാന്ന് നോക്കാം. 22 വിമാന സർവീസുകളാണ് പുതിയ ഷെഡ്യൂളിൽ ഉള്ളത്, 47 ഇല്ല. ഇതിൽ 16 വിമാനങ്ങളാണ് കേരളത്തിലേക്കുള്ളത്, 25 ഇല്ല. ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നിവയാണ് സർവീസ് നടത്തുന്നത്, ഗോ എയർ ഇല്ല. അപ്പോൾ കേരളത്തിലേക്കുള്ള 16 വിമാനങ്ങളിൽ റിയാദിൽ നിന്ന് 4, ജിദ്ദയിൽ നിന്ന് 2, ദമാമിൽ നിന്ന് 10 വിമാനങ്ങളാണുള്ളത്. ഈ 16 വിമാനങ്ങളിൽ സൗദിയിൽ നിന്ന് മൊത്തം കോഴിക്കോട്ടേക്ക് 9 വിമാനങ്ങൾ, കൊച്ചിയിലേക്ക് 4 വിമാനങ്ങൾ, തിരുവനന്തപുരത്തേക്ക് 3 വിമാനങ്ങൾ, കണ്ണൂരിലേക്ക് വിമാന സർവീസ് ഇല്ല. ഇനി റിയാദ്, ജിദ്ദ, ദമാം എന്നീ നഗരങ്ങളിൽ നിന്നുള്ള ഈ വിമാന സർവീസുകൾ എങ്ങനെയൊക്കെയെന്ന് നോക്കാം. പുതിയ ഷെഡ്യൂൾ പ്രകാരം റിയാദിൽ നിന്ന് 4 സർവീസുകളാണുള്ളത്. റിയാദിൽ നിന്ന് ജൂലൈ 24 റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സ്പൈസ് ജെറ്റ്, ജൂലൈ 25 റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സ്പൈസ് ജെറ്റ്, ജൂലൈ 26 റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സ്പൈസ് ജെറ്റ്, ജൂലൈ 31 റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സ്പൈസ് ജെറ്റ്. ഇതിന്റെ ടിക്കറ്റ് നിരക്ക് 1100 റിയാൽ. ഈ 4 സർവീസിന്. ജിദ്ദയിൽ നിന്ന് 2 സർവീസാണുള്ളത്. ജൂലൈ 24 ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സ്പൈസ് ജെറ്റ്, ജൂലൈ 25 ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സ്പൈസ് ജെറ്റ്. ഇതിനും 1100 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. ദമാമിൽ നിന്നുള്ള സർവീസുകൾ, ജൂലൈ 26 ദമാമിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സ്പൈസ് ജെറ്റ് 1100 റിയാലാണ്. ജൂലൈ 27 ദമാമിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സ്പൈസ് ജെറ്റ് 1100 റിയാലാണ്. ജൂലൈ 27 തന്നെ ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് സ്പൈസ് ജെറ്റ് 1100 റിയാല്. ജൂലൈ 27 തന്നെ ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് വീണ്ടും ഒരു വിമാനം, ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് ജൂലൈ 27 2 വിമാനങ്ങളാണുള്ളത്. അതിൽ 1 സ്പൈസ് ജെറ്റും 1 ഇൻഡിഗോയാണ്. ഇൻഡിഗോയ്ക്ക് ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 1030 റിയാലാണ്. സ്പൈസ് ജെറ്റ് ആവട്ടെ 1100. പിന്നെ ജൂലൈ 28 ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു സ്പൈസ് ജെറ്റ് സർവീസ് ഉണ്ട്, അതിന് 1100 റിയാലാണ്. ജൂലൈ 28 ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഒരു സർവീസ് ഉണ്ട്, സ്പൈസ് ജെറ്റ് ആണ്, 1100 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. ജൂലൈ 29 ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്പൈസ് ജെറ്റിന്റെ സർവീസ് ഉണ്ട്, 1100 റിയാൽ തന്നെയാണ്. ജൂലൈ 29 ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു സർവീസ് ഉണ്ട്, സ്പൈസ് ജെറ്റിന്റെ, 1100 റിയാല്. ജൂലൈ 30 ദമാമിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സ്പൈസ് ജെറ്റ് 1100 റിയാല്. ജൂലൈ 30 തന്നെ ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും സ്പൈസ് ജെറ്റിന്റെ സർവീസ് ഉണ്ട്, 1100 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. അപ്പോൾ സ്പൈസ് ജെറ്റിന്റെ ടിക്കറ്റ് നിരക്ക് ഒക്കെ 1100 റിയാലാണ് അഡൽട്സും ചിൽഡ്രനും. ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ സർവീസിന്റെ നിരക്ക് 1030 റിയാൽ.
നേരത്തെ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ സർവീസുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ടിക്കറ്റ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇൻഡിഗോയുടെയോ സ്പൈസ് ജെറ്റിന്റെയോ ഓഫീസിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് ലഭിക്കും. ഇതാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയുടെ വെളിയിൽ കാത്തിരിക്കേണ്ടതില്ല എന്നർത്ഥം. ആദ്യം ടിക്കറ്റ് എടുക്കുന്നവർക്ക് സീറ്റ് കിട്ടും. ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നിവയുടെ ജിദ്ദയിലും റിയാദിലും അൽഖോബാറിലുള്ള ഓഫീസുകളുടെ അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ പോയാൽ ടിക്കറ്റ് ലഭിക്കും. ഈ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ അവിടെ പോയി ടിക്കറ്റ് വാങ്ങണം. അല്ലെങ്കിൽ ഒരു പക്ഷേ കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ പെട്ടെന്ന് ഫുള്ളാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ജിദ്ദയിൽ നിന്നുള്ള സർവീസുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെ ടിക്കറ്റ് ഇപ്പോൾ നേരിട്ട് ആദ്യഘട്ടത്തിൽ ലഭിക്കില്ല. അതിന് നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഏർപ്പെടുത്തിയ പ്രത്യേക ലിങ്ക് ഉണ്ട്. അതുവഴി രജിസ്റ്റർ ചെയ്യണം. ഇന്നലെ പറഞ്ഞ അതേ ലിങ്കിൽ തന്നെ രജിസ്റ്റർ ചെയ്താൽ മതി. നേരത്തെ ഗോ എയർ സർവീസിൽ യാത്ര ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത ആളുകൾ ഉണ്ടാവും. അവര് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. അവർക്ക് അതേ രജിസ്ട്രേഷൻ തന്നെ മതി. നേരത്തെ രജിസ്റ്റർ ചെയ്യാത്തവർ മാത്രം രജിസ്റ്റർ ചെയ്യാം. ഈ രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് കോൺസുലേറ്റിൽ നിന്നും ഒരു ഇമെയിൽ കൺഫർമേഷൻ അയക്കും. ആ ഇമെയിൽ വന്നാൽ മാത്രം ബന്ധപ്പെട്ട എയർലൈൻസിൽ പോയി ടിക്കറ്റ് വാങ്ങിയാൽ മതി. ജിദ്ദയെ സംബന്ധിച്ചിടത്തോളം ഗോ എയറിന് പകരം സ്പൈസ് ജെറ്റ് ആയി എന്ന ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ 1100 റിയാലാണ് സ്പൈസ് ജെറ്റ് ഈടാക്കുന്നത്. അഡൾട്ട്സ്, ചിൽഡ്രൻ, ഇൻഫന്റ് ആവട്ടെ 300 റിയാലാണ് ഈടാക്കുന്നത്. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി സൗദിയിലെ ഇന്നത്തെ കോവിഡ് സംബന്ധമായ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2331 പുതിയ കോവിഡ് കേസുകളാണ്. ഇതോടെ കോവിഡ് കേസുകളുടെ എണ്ണം 2,58,156 3139 ആളുകൾ രോഗമുക്തി നേടി പുതുതായി. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 2,10,398 82% രോഗമുക്തി നിരക്ക്. 44 മരണവും പുതുതായി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 2,600 കടന്നു. 2,601 ആളുകളാണ് ഇതുവരെ സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 45,157 ആക്റ്റീവ് കേസുകളാണുള്ളത്. ആക്റ്റീവ് കേസുകളുടെ എണ്ണം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഗുരുതരാവസ്ഥയിലുള്ളത് തീവ്രപരിചരണ വിഭാഗത്തിൽ ഉള്ളത് 2,143 ആളുകൾ. 52,180 സാമ്പിളുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ച ആകെ സാമ്പിളുകളുടെ എണ്ണം ഇതോടെ 28,37,054. ഇനി ഇന്ന് മരിച്ച 44 ആളുകളുടെ ഏരിയ തിരിച്ചുള്ള കണക്കുകൾ നോക്കാം. റിയാദിലാണ് 17 മരണം റിപ്പോർട്ട് ചെയ്തത്. റിയാദിൽ മരണസംഖ്യ ഇതോടെ 700 കടന്നു. റിയാദിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 707. ഹായിലിൽ 4 മരണം റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ മരിച്ചവരുടെ എണ്ണം 631. മക്കയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മക്കയിൽ മരിച്ചവരുടെ എണ്ണം 512. ദമാമിൽ 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 88. ഖത്തീഫിൽ 3 മരണം പുതുതായി റിപ്പോർട്ട് ചെയ്തു. തായിഫിൽ 3, ബുറൈദ 3, ജിസാൻ 1, അറാർ 1, ഹഫറുൽബാത്തിൻ 1, ബേഷ് 1, സക്കാക്ക 1, മുസാമിയ 1. പിന്നെ ആക്റ്റീവ് കേസുകൾ 250 അതിന് മുകളിലുള്ള ആക്റ്റീവ് കേസുകളുള്ള നഗരങ്ങൾ ഇവയാണ്. റിയാദിൽ ആണ് കൂടുതൽ. എങ്കിലും റിയാദിൽ ആക്റ്റീവ് കേസുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. ഇപ്പോൾ 6,644 ആക്റ്റീവ് കേസുകൾ മാത്രമാണ് റിയാദിലുള്ളത്. ജിദ്ദയിൽ 5,066, ഹുഫൂഫ് 3,692, ദമാം 2,993, മക്ക 2,272, മുബറസ് 2,119, തായിഫ് 1,731, മദീന 1,727, ഖത്തീഫ് 1,055, ഖോബാർ 982, ഹഫറുൽബാത്തിൻ 930, നജ്റാൻ 928, ഹായിൽ 801, അബഹ 730, കമിഷ് മിഷേത്തി 706, ബുറൈദ 566, ജുബൈൽ 483, ദഹ്റാൻ 472, യാംബോ 469, വാദി ദവാസ് 406, ജിസാൻ 401, ഖർജ് 391, തബൂക്ക് 331, സക്കാക്ക 295, സബ്തുൽ അലായ 274, അഹദ് റുഫൈദ 251, ഉനൈസ 250.
മറ്റു സ്ഥലങ്ങളിലെല്ലാം 250-ൽ താഴെയാണ് ആക്റ്റീവ് കേസുകൾ. ഇനി ഇന്ന് ഓരോ പ്രദേശത്തും പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളുടെ എണ്ണം നോക്കാം. ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹുഫൂഫിലാണ്. ഹുഫൂഫിൽ 159 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. തായിഫ് 145, റിയാദ് 136, മുബറസ് 121, ദമാം 115, കമിഷ്മഷേത്ത് 105, മക്ക 97, ജിദ്ദ 96, ജിസാൻ 79, ഹായിൽ 71, നജ്റാൻ 70, ബുറൈദ 63, മദീന 56, ഹഫ്രൽ ബാത്തിൻ 55, അബഹ 53, ഉഹദ്റഫൈദ 44, ഉനൈസ 36, തബൂക്ക് 35, ബില്ലസ്മർ 31, ജുബൈൽ 31, വാദി ദവാസൻ 31, അൽമദ്ദ 28, ഖോബാർ 25, അബുഅരീഷ് 25, ബൽജോഷി 22, സഖാക്ക 22, യാംബു 21, സത്ലാലായ 20, ബഖേക്ക് 20, ഖത്തീഫ് 19, ബെയ്ഷ് 19, ബാരിഖ് 15, റിയാദുൽ കുബ്ര 14, കുൻഫുദ 14, അൽ മുത്നബ് 13, അൽ ബഷായർ 13, അഫീഫ് 13, അൽ ഖുറ 12, അൽറാസ് 12, റിജാൽ അൽമ 11, ഷാറത്ത് വേദ 11, തത്ലീത്ത് 11, അൽഹൈത്ത് 11, അൽ ജഫർ 9, ഹുൽവ 9, അൽ നബാനിയ 9, തുർബ 9, അൽ മജാരിദ 9, അൽ ഖൂസ് 8, ദഹ്റാൻ അൽ ജുനൂബ് 8, അല്ലീത്ത് 8, അൽ ബുഖാരിയ 7, വയൂൻ അൽ ജവ 7, മുവൈ 7, റാണിയ 7, അൽ ഹർജ 7, ദഹ്റാൻ 7, റസനൂറ 7, സഫ്വ 7, സബിയ 7, റഫ 7, തനുമ 6, അറാർ 6, ഹൂത്ത ബനി തമീം 6, ദൂമത്തുൽ ജന്തൽ 5, ഹനാക്കിയ 5, അൽ ഉല 5, അൽ മുദൈലിഫ് 5, അൽ സഹൻ 5, മൈസാൻ 5, തബാല 5, ഐദാബി 5, ഫീഫ 5, ബദ്രുൽ ജുനൂബ് 5, ദവാത്മി 5, റഫി അൽ ജംഷ് 5, അൽ ഉയൂൻ 4, അൽ മന്ദത്ത് 4, അൽ അഷ്യാഹ് 4, അൽ ഖുറൈ 4, അൽ ബത്താഹ് 4, അൽ ഷാംലി 4, മൂഖത്ത് 4, ഷറൂറ 4, യദമ 4, ഹുറൈംല 4, അൽ അഖീഖ് 3, അൽ ഖുവാറ 3, അൽ ഖുറിയാത്ത് 3, ഖിയ 3, ഗസാല 3, അൽ തുവൽ 3, അൽ ഷാബ 3, സുലൈൽ 3, ഖൈബർ 3, തുറൈബാൻ 2, ഉമ്മുൽദൂം 2, മഹായിൽ 2, ബിഷ 2, ഷിനാൻ 2, അദം 2, മജ്മ 2, അൽ ഖുവയ്യ 2, സാജിർ 2, അൽബാഹ 2. പിന്നെ ഓരോരുത്തർക്കും കോവിഡ് സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ ബനി ഹസൻ, മഹദ് ദഹബ്, അൽ ബദായി, ദറിയ, വക്കലത്ത് സുഗൂർ, അൽ ഫർഷ, അൽ ഖഹ്മ, സൽവ, അൽ സഫീറി, അൽ സുലൈമി, ബക്ക, അൽ ദർബ്, അൽ ദായർ, റാബിദ്, തുവൽ, അൽ കാമിൽ, കുലൈസ്, ഹബൂന, ഖുബാഷ്, ഖർജ്, ജൽഫി, ദുർമ, ഹൂത്തസിദിർ, നഫി, തമീർ, അൽ വജഹ്, ഹഖൽ, തൈമ, അൽ മഖ്വ, ഉംലജ്. ഇത്രയാണ് ഇന്ന് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ. വീണ്ടും കാണാം. സൗദി സമയം രാത്രി 9 മണിക്ക് 24-ന്റെ ഗൾഫ് ഫോക്കസിൽ. നമസ്കാരം.